നിനക്ക് ഈ കവിഞ്ഞകളെ പറ്റി എന്തറിയാം? നീ ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട്. ഒന്നാമനിയനശാവ്. ഞാൻ പറഞ്ഞല്ലോ, നാളെ 1-ാം തീയതിയാണ്. നാളെ മുതൽ അടിപൊളി മാറ്റമായിരിക്കും. ഇനി ഒരു പുതിയ ആളായിരിക്കും. ക്രിസ്മസിന്റെ കാലം കിട്ടിയല്ലോ. ഇനി ന്യൂ ഇയറിന്റെ പുതിയ വകുപ്പ് വല്ലതും ഉണ്ടാക്കണോ? ഇതങ്ങനെയൊന്നും അല്ല, ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കമായിരിക്കും. 70 വയസ്സിലാണ് നിങ്ങൾ ഇനി ഒരു പുതിയ ജീവിതത്തിന് തുടക്കം കുറിക്കുന്നത്. ഭർത്താവ് ഒരു പുതിയ തീരുമാനം എടുക്കുമ്പോഴല്ലോ ഭാര്യ കൂടത്തിൽ നിന്ന് അതിനെ പ്രോത്സാഹിപ്പിക്കുക, അല്ലാണ്ട് ഇടിച്ച് താക്കുകയല്ലേ ചെയ്യുന്നത്. ഞാനായിട്ട് എന്തിനാ തളർത്തുന്നത്? 3-ാം പൊക്കം നിങ്ങൾ തന്നെ തളർത്തിക്കോളുമല്ലോ. നിന്നോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യവും ഇല്ല. 1-ാം തീയതി മുതൽ വരവും ചെലവും കൃത്യമായിട്ട് എഴുതും. എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയായിരിക്കും. ഇപ്പോൾ എല്ലാത്തിനും തീരുമാനമാവും. 2 എണ്ണം ഓടി വരുന്നുണ്ട്. കണ്ടിട്ട് ഏതാണ്ട് കൊപ്പര ഒപ്പിച്ചിട്ട് ഓടി വരുന്നതാണെന്നാ തോന്നുന്നത്. ജോസേ, രക്ഷിക്കണം, എവിടെയാണ് ഒഴിക്കണം. എന്നാ പറ്റി? കള്ളു കുടിച്ചു വരാട്ടെ നെഞ്ചത്ത് ചെന്ന് കയറിയോ? ഇവൻ ഒറ്റ എഴുത്തനാ ഇതിന്റെ എല്ലാം കാരണം, അറിയോ? ആരെയാലും ഞൊണ്ട ചെന്ന് കാണുമായിരിക്കും. എൻ്റെ ജോസേ, ഞങ്ങളിങ്ങോട്ട് നടന്നു വരുമായിരുന്നു. അപ്പോഴാ ഒരു ബൈക്ക് ഇങ്ങോട്ട് വന്നത്. എന്താ നിങ്ങൾക്കെതിരെ ആരെയും കൊട്ടേഷൻ കൊടുത്തു കാണും കേട്ടോ. എനിക്ക് പറയട്ടെ, ക്രിസ്തുമസിന് മേടിച്ച ഓലപ്പഴക്കം ബാക്കിയുണ്ടായിരുന്നു. അത് വഴിക്കൂടെ പൊട്ടിച്ചാണ് ഞങ്ങൾ വന്നത്. പടക്കം പൊട്ടിച്ച് കളിക്കാൻ പറ്റിയ പ്രായം. ഇവനെ പടക്കം തീ കൊളുത്തിട്ട് വൈകുകാരൻ മുന്നോട്ട് അയച്ചത്. വൈകുകാരൻ വൈകി താഴെ വീഴും. പിന്നെ ഞങ്ങൾ അവിടെ നിന്നില്ല, വിട്ട് പോരുക. ഈ വളവ് വരെ അവൻ ഞങ്ങളുടെ പിന്നാലെ ഉണ്ടാകും. വേണ്ടാതിനെല്ലാം കാണിച്ചിട്ട് നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് ഓടിക്കറി വരുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലോട്ട് ഓടാൻ മേലെ. അന്നേരം ഈ വഴിയേ ഓണം വരുള്ളൂ. എന്നാ കിട്ടുന്നതെല്ലാം കൂടെ പങ്കിട്ടെടുത്തോ. പുതിയ ജീവിതം തുടങ്ങാനിരിക്കുമല്ലേ. എന്നെ നിന്നെ പുതിയ പെണ്ണിടം പോകണം. എന്നാ പുതിയ ജീവിതം പല്ലോത്ത് തുടങ്ങും. അയ്യോ, അയാൾ വരുന്നുണ്ട്, രസേട്ടോ. അവിടെ കിടന്നേ, അവിടെ നിൽക്ക്. പെരക്കകത്തോട്ട് കയറണ്ട, അവിടെ കിടന്ന് 2 എണ്ണം മേടിക്കുക. അയ്യോ, അതൊരു പേജിന്റെ ചാലിയായി പോയി. നമുക്ക് ഇനി ഇതേ മാർഗമുള്ളൂ. ആ ചേട്ടന്മാരെ, ഇതിന് 2 പേർ ഓടിപ്പോയി കണ്ടോ? ഇതിലേക്കും വഴിയൊന്നുമില്ലത്. ഞങ്ങളുടെ പത്രം വായിച്ചിരിക്കുകയല്ലായിരുന്നു, ഇതിൽ ആരും വന്നുമില്ല. 2 അവന്മാരെ പടക്കം എറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചു, എന്നിട്ട് ഓടിക്കളഞ്ഞു. നിങ്ങൾക്ക് ആളെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമോ? തിരിച്ചറിയാവും ചോദിച്ചാ പറ്റണമല്ലോ. അല്ല, അവന്മാര് എവിടെയെങ്കിലും ഞാൻ പിടിച്ചോളാം. ജോസേ, ആ പോയില്ല, കൊണ്ടേ പോവുള്ളൂ. എന്റെ പൊന്ന് സാറ്, ഒരു കയ്യവരുടെ മനുഷ്യതാ. കെമിക്കൽ വണ്ടിക്ക് പണിയുണ്ടത്. 2000 ആകുമെന്നാ സാറ് പറഞ്ഞത്. അതിനെന്നാ വഴി? അത് ഞങ്ങൾ തരാം, പ്രശ്നമാക്കരുത്. പൈസ ഞങ്ങൾ തരാം. എനിക്ക് പരാതിയില്ല, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഞങ്ങൾക്ക് അത്ര ഹാപ്പി ഒന്നുമില്ല. എന്നാലേ ഇയാളാ ഹെൽമെറ്റ് അങ്ങ് ഒരുക്കുക, ഇവര് കാപ്പിയാകുമെന്ന് നോക്കാം. അറിയാത്തതായിരുന്നു. എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായായിരുന്നു. പിന്നെ ഞാൻ ന്യൂ ഇയർ ആഘോഷിക്കാൻ ഫണ്ട് ആയിക്കോട്ടെ, അതുകൊണ്ട് നിങ്ങളോട് പറയാതിരിക്കുന്നത്. ഞാൻ നിങ്ങളെ ന്യൂ ഇയർ ആഘോഷം ക്ഷണിക്കാൻ വരുമായിരുന്നു. തുമ്മിക്കുഞ്ഞാ വടക്ക് വിട്ടത്. അതിന് അവനോട് വേണ്ടി കാറ്റ്. ഞങ്ങളെ മാത്രം വഹിക്കാതെ നമുക്ക് ഈക്വലായിട്ട് സേനടാം. അതൊക്കെ അവിടെ നിങ്ങളുടെ. നമുക്ക് ന്യൂ ഇയർ അടിപൊളിയായിട്ട് ആഘോഷിക്കണം. എന്നൊക്കെയാ പരിപാടികൾ? നമുക്ക് തകർത്തേക്കാം. ഞാൻ ഒരു ഐഡിയ പറയാം. നമ്മൾ വൈകുന്നേരം പരിപാടി തുടങ്ങുന്നു. ആദ്യം തെക്കുംതല മിഡാസ് ബാറിൽ കയറുന്നു. അവിടുന്ന് കഴിച്ചിട്ട് ബീവറേജിൽ കയറി ഒരു കുപ്പി മേടിച്ച് കാറയിൽ ഇരുന്നടിക്കും. അത് തീരുമ്പോഴേക്ക് ന്യൂ കാസിൽ ബാറിന്റെ ഫ്രണ്ടിലെത്തും. അത് കഴിഞ്ഞ് നേരെ മഡോണ ബാറിലേക്ക്, അവിടുന്ന് ഇറങ്ങി നേരെ രാജധാനി ബാറിലേക്ക്, പിന്നെ അവിടുന്ന് ഇറങ്ങി വാർത്തകളാണ് ഇവിടുത്തെ പണി. എൻ്റെ ഐഡിയ, നമ്മളൊരു ആടിനെ മേടിക്കുന്നു. അതിനെ നിർത്തി പൊരിച്ച്, ഈ അറബികൾ കഴിക്കുന്നില്ല, ഒട്ടകത്തിനെ നിർത്തി പൊരിച്ച് അതിന് ചുറ്റും ബിരിയാണിയും വെച്ച് പൊളിച്ച് അടിക്കുന്നില്ല. അതുപോലെ നമുക്ക് ഒട്ടകമില്ലല്ലോ, നമുക്കതുകൊണ്ട് ആട് മതി. ആടിനെ ഉണ്ടല്ലോ വെളുക്കുന്നവരെ നിർത്തി പൊരിച്ചത് കഴിച്ച് അങ്ങ് പോയി ഇരിക്കണം. പടക്കം എറിഞ്ഞവരെ പിടിക്കാൻ വന്നവൻ പോയോ? നിങ്ങളൊന്നും ചെയ്തില്ലേ? നീ വാദം തുറന്നോ? ഞങ്ങൾ കൈയും കാലും ഒഴിഞ്ഞു കിടക്കുന്ന കാണാനുള്ള കുറിച്ച് വന്നേക്കല്ലേ ഏച്ചി. ഞങ്ങൾ ഇവിടെ ന്യൂ ഇയർ ആഘോഷത്തെ പറ്റി ആലോചിക്കുക, ചുമ്മാ അലമ്പുണ്ടാക്കിയത്. അത് തന്നെ എനിക്കും പറയാനുള്ളത്. ന്യൂ ഇയറിന് വെറുതെ അലമ്പാക്കരുത്. ക്രിസ്മസിന് കിട്ടിയത് കാലയിലിരിക്കുന്നു. ഇത്തവണ കലാപരിപാടികളാണ്, അത് എന്നതൊക്കെ വേണമെന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. കലാപരിപാടിയാണല്ലേ, ഞാനും ഉണ്ട്. വെള്ളംകളിയൊന്നും അല്ലല്ലോ. എന്നെ ആങ്കറാക്കണേ. സോറി, അതിനാളായിപ്പോയി. ആരാ? രഞ്ജിനി ഹരിദാസ് ആണോ? നീ ഇല്ലെങ്കിൽ പിന്നെ രഞ്ജിനി ഹരിദാസ് അല്ലാതെ ഉള്ളോ? രഞ്ജിനിയൊന്നുമല്ല, ഞാൻ തന്നെ. ഫാസ്റ്റ് ആങ്കറിങ് എപ്പോഴും പെണ്ണുങ്ങളായി. ഒരു രക്ഷയില്ല. എനിക്ക് അവതാരകനാകാനായിട്ടാണ് ഞാൻ ഈ പരിപാടി ഇട്ടത്. ഇല്ല, ഞാൻ പോവാ. അവനെ വിടരുത്, അവൻ്റെ കയ്യിലാ 2000 ഇരിക്കുന്നത്. കരേച്ചാ പോകാതെ വാ, നീ തന്നെ അവതാരകൻ. നല്ല കുറെ പരിപാടികൾ വേണം. ഞാൻ പാട്ടുപാടാം. ചേച്ചി ഏത് പാട്ടാ പാടുന്നേ? അത് യോഗ പിരിച്ചുവിടാൻ നേരത്ത് മതി. എങ്കിൽ പിന്നെ ഓരോരുത്തർ അങ്ങ് ഏറ്റു പൊക്കോളൂ. എന്നിട്ടേ പണ്ട് അങ്ങനെയല്ലായിരുന്നല്ലോ പറഞ്ഞോണ്ടിരുന്നത്. യുവജനോത്സവത്തിന് പാട്ട് പാടിയിട്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ
നിങ്ങൾ എൻ്റെ പുറകേന്ന് മാറുകയില്ലായിരുന്നല്ലോ. എന്റെ പൊന്നു ചേച്ചി, മനുഷ്യരാണ് ചില അബദ്ധങ്ങളൊക്കെ പറ്റും. ക്ഷമിച്ച് കള, അത് മനസ്സ് വെച്ചുകൊണ്ടിരിക്കരുത്. ഒരു നാടകമൊക്കെ നടത്തിയാലോ? അതിനകത്തൊരു ഹിപ്പിയുടെ റോളോട് വേണം, അതെനിക്ക് വേണം. ഓ, ഇപ്പിടെ വേഷം മതിയോ? ഓരോരോ ആഗ്രഹങ്ങളെ. നാടകമാണേലേ ഞാൻ ഫയൽമാൻ ആയിക്കോളാം. വില്ലനായിക്കോളാം. ആഗ്രഹങ്ങൾ അങ്ങ് കയറി പോവാണല്ലോ. കഥാപാത്രം മതിയോ? കഥയൊന്നും വേണ്ടേ? അങ്ങനെയാണെങ്കിൽ കള്ളുകുടിമാരെ കഥയാക്കിയാലോ? അത് കൊള്ളാം. അങ്ങനെയാണെങ്കിൽ 2 വീശിട്ടം കയറിയാൽ മതി, അഭിനയം താനെ വന്നോളൂ. അത് തന്നെ മതി. ഇത് തന്നെ ഞാൻ പറഞ്ഞത്. അവസാനം അവിടെ ചെന്ന് നിൽക്കുള്ളൂ. ഞാൻ പോകുവാണേ. ഒരു കാല കെട്ടുണ്ടെന്ന് ഓർത്തണം, അടുത്ത കാലയിലും കൂടി ആക്കരുത് കേട്ടോ. ഐഡിയ കൊള്ളാം. കള്ളുകുടിയന്മാരുടെ കഥയല്ലേ, അത് മതി. എന്നാ എല്ലാവരും വേഗം റെഡി ആയിക്കോ. റെഡിയായിക്കോ. തൊമ്മിക്കച്ചേട്ടൻ കറക്റ്റ് ഉയരുമ്പോഴേ ചേട്ടൻ അവിടെ കസേര കാലുമേ കാലും നിൽക്കുക. അല്ല, അത് ചേട്ടൻ പലുമാനാണല്ലോ, ചേട്ടൻ അറിയാമല്ലോ. ചേട്ടൻ അങ്ങനെ തെറി ഒന്നും വെക്കരുത്. ശരിയാവുന്നില്ല. ആംബിയൻസ് അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്യാൻ ഒക്കുന്നില്ല. ശരിയാ, ഒന്നും അങ്ങോട്ടേ ഒരു ശരിയായി വരുന്നില്ല. വരുന്നില്ല. അതിനെ അവനെ ഉള്ളിൽ നിന്ന് വേണം, അതിനെ വയറ്റിലോട്ട് വേണം ചെല്ലണം. അറിയാച്ചാ, കാലെടുത്ത് കൂടെ കുപ്പിയും ടച്ചിങ്ങും പോട്ടെ. അത് കഴിഞ്ഞാൽ അഭിനയം തന്നെ വന്നു. ഓവനാക്കരുത്, എല്ലാം ഒരു മയത്ത് വേണം. അത് ഞങ്ങൾക്കറിയാൻ മേലെ അഭിനയം വരാൻ വേണ്ടി കുറച്ച്. ജോസേ, എടാ അത് അങ്ങ് ഏറ്റില്ലല്ലോ, നമുക്ക് ഒന്നുകൂടെ പിടിച്ചാലോ? ജോസഫ്, നമുക്ക് വേണം, നമുക്ക് റിഹേഴ്സൽ തുടങ്ങണ്ട. അവൻ സമ്മതിക്കാറില്ലല്ലോ. താനോട് വെച്ചേച്ച് അവിടെ പോയി എങ്ങനെ അഭിനയിക്കുന്നത്? നിങ്ങൾ പോയി അവനെ എന്നെങ്കിലും പറഞ്ഞൊന്ന് ഒതുക്കിയിട്ട് പോവാ, ഞാൻ ഇവിടെ നിൽക്കുക. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ കാലിക്കുപ്പി കണ്ടോണം അല്ലേ? നിങ്ങൾ വാ, നമുക്ക് പണിയുണ്ടാക്കാം. സമയം കളയാനില്ലേ, നമുക്ക് വേഗം തുടങ്ങാം. കറിയാച്ചനല്ലേ ആങ്കറിങ്, അതൊന്ന് പറഞ്ഞ് പരിശീലിച്ച് നാടകം തുടങ്ങാൻ പോവുകയാണെന്നൊന്ന് പറഞ്ഞ് കേൾക്കട്ടെ. ശരിയാ, ഇതിൻ്റെ കൂടെ അതുകൂടി ഒന്ന് നോക്കിയേക്കാം. സഹൃദയരായ കലാസ്നേഹികളെ, നാട്ടുകാരെ, എല്ലാവർക്കും പുതുവത്സരാശംസകൾ. നിങ്ങളെ പറഞ്ഞ് പരിശീലിക്കുക, ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് മാറി നിന്ന് ശ്രദ്ധിക്കുക, എങ്കിലേ ആ വോയിസിന്റെ ശരിയായിട്ട് മനസ്സിലാവുള്ളൂ. മാറ്റം വല്ലതും വേണമെങ്കിലേ പറഞ്ഞേക്ക്. അത് പറഞ്ഞേക്കാം. നടന വിസ്മയങ്ങൾ ഒരുക്കുന്ന അഭിനയ മുഹൂർത്തങ്ങൾ കോർത്തിളക്കിയ. എങ്ങനെയുണ്ട് എൻ്റെ അങ്ങനെ? കുറച്ചുകൂടി ഒഴിച്ചോ, ഉറക്കെ ഉറക്കെ. എങ്ങനെയുണ്ട് എൻ്റെ ആംഗ്ലി? തകർക്കുകയല്ലേ? കൊള്ളാം. അത് ചക്കലങ്ങനെ ഒരു കേട്ടിറക്കം വന്നാന്നല്ല. അത് ഇടയ്ക്കിടയ്ക്ക് സ്റ്റേജിലോട്ടും താഴോട്ടും ഇറങ്ങി നിന്നങ്ങ് പറഞ്ഞാൽ മതി. ഇപ്പോൾ ആംബുലൻസൊക്കെ ആയില്ലേ, വാ നമുക്ക് റിഹേഴ്സൽ തുടങ്ങാം. നമുക്ക് അടിമുടിയൊന്നും മാറ്റിയാലോ? വെറും നാടകമല്ല, നമുക്ക് ചവിട്ട് നാടകം നടത്താം. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? റോൾഡോൻ, വെള്ളിവർ, അങ്ങനെയൊക്കെ ഉള്ളവരുടെയാണ് ചവിട്ട് നാടകം. കാർൽമാൻ ചക്രവർത്തിയുടെ വായിച്ചിട്ടില്ലേ? ചവിട്ട് നാടകം കണ്ടിട്ടുണ്ടോ? ചവിട്ടി നാടകമോ? അത് നാടകം കഴിയുമ്പോൾ കാണികൾ ചെയ്യുന്നില്ലേ? അരസിയ, ശുംഭ, വഷ, നിനക്ക് ഈ അഭിനയകലയെ പറ്റി എന്തറിയാം? നീ ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട്. ഒന്നാമൻ യേശാവ്, രണ്ടാമൻ യാക്കോവ്. ഒന്നാമൻ യേശാവ്, രണ്ടാമൻ യാക്കോവ്. ചേച്ചി, ഇച്ചിരി ഊരുമ്പളം വേണം. അഭിനയിച്ച് മടുത്തോ? നടന്മാരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാ. അവൻ യേശാവ്, രണ്ടാമൻ യാക്കോവ്. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ.